ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു അതിമനോഹരമായൊരു രാജ്യത്തേക്ക് പോവാണ്, അസർബൈജാൻ. ഫയർ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്ന അസർബൈജാനിലേക്കാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു യാത്ര. അറൗണ്ട് UAE നിന്നും 3 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്തിട്ടാണ് അസർബൈജാൻ എന്ന അതിമനോഹരമായൊരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. നമ്മളിപ്പോൾ അബുദാബി എയർപോർട്ടിലാണ് കേട്ടുള്ളത്. പുതിയ എയർപോർട്ടാണ്, ടെർമിനൽ A. അപ്പോൾ അതിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടൈം ഇപ്പോൾ ഒരു 5 മണിയായി. നമ്മൾ ഓൾറെഡി ബോർഡിംഗ് ഒക്കെ എടുത്തു. 6:05 ഫ്ലൈറ്റ്. പിന്നെ UAE റെസിഡൻസിന് ഓൺ അറൈവൽ വിസയാണ് നമുക്ക് അസർബൈജാനിൽ ലഭിക്കുക. അതുപോലെ തന്നെ നമുക്ക് വിസ കിട്ടാനും ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു എമിറേറ്റ്സ് ID, പാസ്പോർട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വിസ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്നാലും നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് ഈ വിസ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മളൊരു പാക്കേജ് വഴിയാണ് അസർബൈജാനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്ത ഫ്ലൈറ്റ് വിസ് എയറാണ് കേട്ടോ. പല രാജ്യങ്ങൾക്കും ചീപ്പസ്റ്റ് ആയിട്ട് സർവീസ് നടത്തുന്ന ഒരു ഫ്ലൈറ്റാണ് വിസ് എയർ. തലേദിവസത്തെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇഷാമും ആഷിറും ഒപ്പമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കലീൽക്കാണ്. ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ഷാർപ്പ് ടൈമിലാണ് ടേക്ക് ഓഫ് ചെയ്ത്. ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, ബാഡ് സർവീസാണ്, ഫ്ലൈറ്റ് ലൈറ്റാണ് കാര്യങ്ങൾ. പക്ഷേ നമുക്കതൊന്നും വന്നിട്ടില്ല. കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഫ്ലൈറ്റ് എടുത്തത്. അറൗണ്ട് 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അസർബൈജാൻ എന്ന ഒരു രാജ്യത്തേക്ക് ലാൻഡ് ചെയ്യാൻ പോകണല്ലോ. ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിൽ ഞങ്ങൾ നോർമലായിട്ട് റൂട്ടിൽ ഇറങ്ങിയിട്ട് നേരെ എയർപോർട്ടിൽ പോവുകയാണ് ചെയ്തത്. ഫ്ലൈറ്റിൽ ഭൂരിഭാഗവും അസർബൈജാൻ സ്വദേശികളും അതുപോലെ തന്നെ ഇന്ത്യക്കാരാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഫ്ലൈറ്റ് ഒരു ഡിലേ ഇല്ലാണ്ട് കറക്റ്റ് ടൈമിലാണ് ലാൻഡ് ചെയ്തത്. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആയില്ല. എന്തായാലും എമിഗ്രേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഫോണതിലൂടെ അല്ല. കറക്റ്റ് ടൈമിൽ നമ്മുടെ ഗൈഡ് എല്ലാം നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും സിമ്പിൾ പ്രോസസ്സാട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എമിഗ്രേഷനിൽ സ്റ്റാമ്പ് ചെയ്ത് തന്നു. നമ്മൾ ഓൾറെഡി ഈ വിസ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ നമുക്ക് വിസ ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്യൂ നിന്നിട്ട് ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവും. മെയിൻലി നമ്മളൊരു പുറം രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ സിം കാർഡും പിന്നെ അവിടുത്തെ കറൻസിയാണ് മെയിൻലി അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. നമ്മൾ ഓൾറെഡി അവിടുന്ന് സിമ്മ് കാര്യങ്ങളൊന്നും എടുത്തില്ല. നമുക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു 4 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ സിമ്മും കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ നമ്മൾ അവിടുത്തെ കറൻസി നമ്മൾ UAE തന്നെ ഡോളറാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് തന്നെ നമുക്ക് ഡോളർ ഇവിടുത്തെ അസർബൈജാൻ കറൻസി ആയിട്ട് നമുക്ക് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് വന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കണില്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഫുള്ള് കറങ്ങാൻ ഇറങ്ങണം. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പോകുന്നത് ഫയർ ടെമ്പിളാണ്. നമ്മൾക്ക് മാക്സിമം നമ്മൾ കവർ ചെയ്യാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ പോണ വഴിക്കൊക്കെ ഇവിടുത്തെ റെയിൽ പാലങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ലോങ്ങസ്റ്റ് റെയിൽവേ ആണ് അസർബൈജാനത്തെ. ജോർജിയ, അർമേനിയ ഇങ്ങനെ പല ഏഷ്യൻ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ആണ് ഇത് കേട്ടോ. ഇവിടുത്തെ റോഡും പരിസരമൊക്കെ അതിമനോഹരമായിട്ട് തന്നെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീനറിയും അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അറൗണ്ട് എയർപോർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലേക്ക് അറൗണ്ട് അരമണിക്കൂർ യാത്ര ചെയ്താലാണ് ഇപ്പോൾ ഈ ഫയർ ടെമ്പിളിലേക്ക് എത്തുക കേട്ടോ. അസർബൈജാനിൽ വന്ന് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ, ഫയർ ടെമ്പിൾ. ഇവിടെ നമ്മൾ കുറച്ച് നേരം ചിലവഴിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഗൈഡ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയത് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നൂടാ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങണം, കാരണം അധികം ടൈമില്ല. ഒരു രക്ഷയില്ലാത്ത കാറ്റാണോ, ഭയങ്കര കാറ്റാണ് അവിടെ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഫയർ ടെമ്പിളാണ്. ഇവിടുത്തെ മെയിൻ ആകർഷണം ഫയർ ടെമ്പിൾ. അതായത് ഒരു ക്ഷേത്രമാണ്. ഒരു 17ഉം 18ഉം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണ്. അത് 19ആം നൂറ്റാണ്ടിലെങ്ങാനും എന്തോ തകർന്നു പോയതെന്തോ, പിന്നീട് അത് ഒന്ന് ബിൽഡ് ചെയ്തെടുത്തു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു കത്തണ സംഭവമുണ്ട്, നമുക്ക് കാണാൻ പോകുന്നത്.
വർഷങ്ങളായിട്ട്. പിന്നെ കത്തുന്ന മല, അത് ഭയങ്കര അട്രാക്ഷനാണ് അവിടെ. അത് നമ്മളിന്ന് കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളെന്തായാലും ഉണ്ടാവും. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഗംഭീര കാറ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയത് കേട്ടോ. ഇവിടെ നല്ല 1-2 സ്ഥലത്ത് പോയപ്പോഴും നമുക്ക് നല്ലൊരു കാറ്റാണ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കണ്ണെന്നൊക്കെ വെള്ളം വന്ന് തകിടുപൊടി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് രാജാക്കന്മാരുടെ പ്രതിമകൾ, ദൈവങ്ങളുടെ പ്രതിമകൾ എല്ലാം നമുക്കിവിടെ കാണാൻ ഇടയുണ്ടായിട്ടോ. ഒരു പ്രത്യേകതര എക്സ്പീരിയൻസാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഫയർ ടെമ്പിൾ ഏകദേശം നമ്മളെല്ലാം കണ്ടു. ഒരുപാട് കൊത്തുപണികളും അതുപോലെ തന്നെ ഒരുപാട് ദൈവങ്ങളുടെ ഒക്കെ പ്രതിമകൾ അവിടെ നമ്മൾ കണ്ടു. മെയിൻ ഡെസ്റ്റിനേഷനാണ്, അതായത് ഇവിടുത്തെ മെയിൻ ഒരു ആകർഷണം എന്ന് പറയാം. നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മല, അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയെന്ന് പറയണത്. പണ്ട് കാലത്ത് 1955 ഒരു ആള് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചാൽ തരാം, പിന്നെ അത് കിട്ടിയിട്ടില്ല എന്ന് പറയണത്. എത്ര മഴ പെയ്താലും സംഭവം കത്തിക്കൊണ്ടിരിക്കും. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല കാറ്റാണല്ലോ. നമ്മുടെ അടുത്ത മെയിൻ ആകർഷണമായ ഈ കത്തുന്ന മല, ഇതിലേക്ക് എത്തിയേക്കാണ് യനാർട്ടാഗ്. നമ്മളെ ഫയർ ടെമ്പിളിൽ അവിടെ നിന്ന് അറൗണ്ട് 30 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ യനാർട്ടാഗിലേക്ക് എത്തിയത്. കാറ്റിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ 1.5 ഒരു കാറ്റുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ പറന്നു പോണ ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കലിയിൽക്കാനെ തൊപ്പിയൊക്കെ പറന്നു പോയിട്ടാ. ഭയങ്കര ഒരു അത് കിട്ടില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ഇഷാ മൂടി എടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു നിലക്കുള്ള ഒരു കാറ്റ് നമ്മൾ അനുഭവിച്ചത് കേട്ടോ. അമ്മാതിരി കാറ്റുണ്ടാകുന്നു, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് ആഷിർ നമ്മുടെ തൊപ്പി ഒരു പരീക്ഷണം നിലക്ക് ഇട്ടു കേട്ടോ. പക്ഷേ നമ്മളത് ഓടി ചെന്നിട്ട് എടുത്തു. അറൗണ്ട് ഞാനൊരു 500 മീറ്ററെങ്കിലും ഓടിയുണ്ടാവും കേട്ടോ എന്തായാലും. നമ്മുടെ ഈ ഒരു കുന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചെറിയ ഗ്രാമങ്ങളെ തോന്നുന്നു, ഒരേ ഷേപ്പിലുള്ള വീടുകൾ. നമ്മൾ വന്ന ടൈമിൽ ഇവിടെ തിരക്കില്ലാത്ത ടൈമാവൂടാ. ഇവിടെ നൈറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഇരുന്ന് കാണാനുള്ള കുറേ സംവിധാനങ്ങളും അതുപോലെ തന്നെ പല പ്രോഗ്രാംസും ഇവിടെ ഉണ്ടാവാറുണ്ട് എന്നാണ് ഗൈഡ്സ് നമ്മുടെ പറഞ്ഞത്. നമ്മൾ ഈ കത്തുന്ന സ്ഥലത്ത് വന്നാൽ ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കെടാണ്ട് കത്തുകയല്ലേ, ചൂടൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എത്ര മഴ പെയ്താലും എത്ര വെള്ളം ഒഴിച്ചാലും വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് കേട്ടോ. എല്ലാവരും എടുത്തു നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള കുറേ പരിപാടിയിലാണ് എല്ലാവരും. അതിനിടയ്ക്ക് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ചെന്നത് തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കണ്ട ഫുഡ് കഴിക്കാൻ. ആ മെനു നോക്കിയിട്ട് ഞങ്ങൾ കിളിപോയിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം ഇവിടുത്തെ ഭാഷയാണ് അതിലുള്ളത്, കാരണം ഇംഗ്ലീഷൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെനു കണ്ടിട്ട് ഓർഡർ ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് ഈ ഒരു മ്യൂസിയത്തിലേക്കുണ്ടോ, ഹൈദരാലിയ കൾച്ചറൽ സെൻറ്റർ. ഇതൊരു മ്യൂസിയമാണ്. ഇതിൻ്റെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനുമാണ്. അസർബൈജാനിൽ വന്നാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഈ ഒരു ഹൈദരാലിയ മ്യൂസിയം. നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി അസർബൈജാൻ്റെ ഫോട്ടോസിലൊക്കെ കണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്, ഐ ലവ് ബാക്കു എന്ന് പറഞ്ഞിട്ട്. സംഭവം ബാക്കുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ ടൂർ വരുമ്പോൾ ഇവിടെ എന്തായാലും വന്നിരിക്കണം. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സിറ്റിയിലേക്കാണ് കേട്ടോ. ബാക്കു സിറ്റിയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചേക്കണത്. ഇവിടെ വന്നാൽ തന്നെ വേറെ തന്നെ ഒരു ഫീലാണ്. നമ്മൾ അസർബൈജാൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല ബിൽഡിങ്ങും സിറ്റിയും കാര്യങ്ങളും. സിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ളൊരു സിറ്റി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ എല്ലാം ഒരു വെറൈറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ.
ഞങ്ങൾക്ക് നല്ല ടയേർഡുണ്ട്. കാരണം ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടില്ല. ഡയറക്റ്റ് ഞങ്ങൾ ടൂറിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളെ കണ്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ചിങ്ങനെ പോവാണ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ടോപ്പ് പോണ ഒരു ട്രെയിനുണ്ട്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ബാക്കു സിറ്റീൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ പോർഷൻ വരെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് ഫ്ലെയിം ടവർ. അസർബൈജാനിലെ മെയിൻ ആകർഷണം എന്ന് പറയാം. നമ്മൾ UAE ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ പോലെ തന്നെ അസർബൈജാനിൽ ഒരു ടൂറിസ്റ്റിൻ്റെ മെയിൻ സ്പോട്ടാണ് ഈ ഫ്ലെയിം ടവർ. അസർബൈജാനിലെ സിറ്റി ടൂറിൽ മെയിൻ ആയിട്ടുള്ള ഒരു ആകർഷണം എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ഒരു ടോപ്പിൽ പോണ ട്രെയിനാണ്. നമ്മളെ ബാക്കു സിറ്റിയിലെ ഒരു പകുതി, ഒരു മുക്കാൽ പോർഷൻ പോലും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ടോപ്പിലേക്ക് പോയാൽ. ഇവിടെ വന്നാൽ നമ്മൾ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കാരണം അത്ര നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ബാക്കുവിലെ എല്ലാ ഒരു വ്യൂവും നമ്മൾ ഈ ഒരു ട്രെയിനിൽ നിന്നിട്ട് തന്നെ നമ്മൾ കണ്ടുകൂട്ടാം. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ട്രെയിൻ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ. ഇതൊരു ഓപ്പറേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഒരാൾ തന്നെ ഉണ്ട്, നമുക്കത് നിയന്ത്രിക്കാൻ. കാരണം 2 ട്രെയിൻ ഉണ്ട്. ഒരെണ്ണം നമ്മൾ ഒരേ സമയം ഒരെണ്ണം അടിക്ക് ഇറങ്ങും ചെയ്യും, ഒരെണ്ണം നമുക്ക് ടോപ്പിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ 2 ട്രെയിനാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മളവിടുത്തെ വ്യൂ പോയിൻറ്റും കണ്ട് നമ്മൾ നേരെ പോയത് കാർപ്പറ്റ് മ്യൂസിയത്തിലേക്ക് കണ്ടോ. സിറ്റി ടൂറിലെ മെയിൻ ഒരു ആകർഷണമാണിത്. ഗൈഡിനോട് ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാർപ്പറ്റുകളുടെ ശേഖരമാണ്. പഴയതും പുതിയതായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുടെ കാർപ്പറ്റുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ 1 ഡേ ടൂർ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഒരു റെസ്റ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ മാക്സിമം നമ്മൾ സിറ്റി ടൂർ എൻജോയ് ചെയ്യണമെന്നുള്ളത് അത് എന്തായാലും ഓക്കെ ആയി. ഞങ്ങൾ ഇനി എന്തായാലും റൂമിലേക്ക് പോവാണ്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കാണാം. അടിപൊളി വിശേഷങ്ങളായിട്ട് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നാളെ പുതിയൊരു വീഡിയോയിലായിട്ട് കാണാം.